ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് യുദ്ധഭൂമിയെയോ ആണവായുധം പ്രയോഗിക്കും എന്നതിനെക്കുറിച്ച് ഒന്നുമല്ല. ഈ ലോകത്തിൻ്റെ മുഴുവൻ കൺസേൺ, ഈവൻ നാട്ടും പുറത്തു പോലും ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ചെറിയൊരു കടൽപ്പാത, അതാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഹോർമുസ് കടലിടുക്കിന് ഏകദേശം 40 കിലോമീറ്റർ മാത്രം വീതിയേ ഉള്ളൂ. പക്ഷേ ഈ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. ഇറാൻ അമേരിക്ക സംഘർഷം വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, അയ്യോ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമോ? അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രശ്നത്തിലാവും. നമ്മൾ തന്നെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ദുരിതം അനുഭവിച്ചതുമാണ്. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളൊക്കെ അടച്ചു, വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഹോർമുസ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇറാൻ്റെ സ്വാധീനം എന്താണ്, അതിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലും ഒരു വൻതോതിൽ പ്രകൃതിവാതകവും LNGയും ഒക്കെയാണ് ഈ വഴി കടന്നു പോകുന്നത്. ഈ കടലിടുക്ക് വഴി, ഇതൊരു ചെറിയ കടലിടുക്കാണ്, ഒരു 40 കിലോമീറ്റർ വീതിയേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കടലിടുക്കിലൂടെ ഇത്ര അധികം കോടിക്കണക്കിന് ബാരൽ ഓയിലും പ്രകൃതിവാതകവും ഒക്കെ ദിനം പ്രതി കടന്നു പോവുകയാണ്. അപ്പം ഇവിടെ ഒരു തടസ്സം നേരിട്ടാൽ, ഈ കടലിടുക്കിലൊരു തടസ്സം നേരിട്ടാൽ അത് ലോകത്തിൻ്റെ മുഴുവൻ ജീവിതത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ റീസൺ, എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഗൾഫ് രാജ്യങ്ങളാണല്ലോ ഈ ക്രൂഡ് ഓയിലിൻ്റെ കംപ്ലീറ്റ് സോഴ്സും ഗൾഫ് രാജ്യങ്ങളിലാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിലേക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ കടലിടുക്കിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് കടലിടുക്കിനെ ലോകത്തിൻ്റെ ഊർജ്ജ ഗതാഗത ചെക്ക് പോയിൻ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് ഈ ഹോർമുസ് കടലിടുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ 4 സൈഡും, ഒന്ന് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ വടക്കു ഭാഗം, അതായത് നോർത്തിൽ വരുന്നത് ഇറാനാണ് വരുന്നത്. അതിൻ്റെ നോർത്ത് അഥവാ വടക്കു ഭാഗത്ത് വരുന്നത് ഇറാനാണ്. തെക്കു ഭാഗം അതായത് സൗത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമാൻ്റെ ഒരു മുസന്തം ഉപദ്വീപ് എന്ന് പറഞ്ഞ ഒരു ഒമാൻ്റെ ദ്വീപാണ് അവിടെ വരുന്നത്. കിഴക്കു ഭാഗത്ത് വരുന്നത് ഒമാൻ ഉൾക്കടലാണ്. പടിഞ്ഞാറ് ഭാഗത്ത് സൗത്തിൽ വരുന്നു, നോർത്ത് വരുന്നു, ഈസ്റ്റാണ് ഒമാൻ ഉൾക്കടൽ വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് അതായത് വെസ്റ്റ് സൈഡിൽ വരുന്നത് പേർഷ്യൻ ഗൾഫ് ഉൾക്കടലാണ്. അപ്പം ഇതാണ് ഈ 4 സൈഡിലും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഈ രാജ്യങ്ങൾ ഓരോന്നും, ഒന്ന് ഇറാൻ വരുന്നുണ്ട്, ഒമാൻ വരുന്നുണ്ട്, ഇപ്പുറത്ത് 2 ഉൾക്കടൽ, ഒന്ന് പേർഷ്യൻ ഗൾഫ് ഉൾക്കടൽ വരുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് വരുന്നത് ഒമാൻ ഉൾക്കടൽ വഴിയാണ്. ഇനി ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചുമ്പോൾ, ഗൾഫ് രാജ്യങ്ങൾ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യ തന്നെ അതിനെ ഉപമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് നമുക്ക് ക്രൂഡ് ഓയിൽ എങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേർഷ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പേർഷ്യൻ ഉൾക്കടൽ വഴി, ഹോർമുസ് കടലിടുക്ക് വഴി, ഒമാൻ ഉൾക്കടൽ വഴി, അറബിക്കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ചരക്ക് വന്ന് അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഈ ഓയിൽ എത്തുന്നത്. അപ്പം ഇവിടെ ഒരു തടസ്സം, ഈ കടലിടുക്കിൻ്റെ അവിടെ ഒരു തടസ്സം വന്നു കഴിയുമ്പോൾ, അതായത് അവിടെ ഒരു ബാരിയർ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓയിൽ കിട്ടാതാവും, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടാതാവും. അങ്ങനെ കിട്ടാതായി കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാം ജനജീവിതത്തെ അത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. അപ്പം ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പം നമ്മൾ തന്നെ പറയുമ്പോൾ, നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ദേശീയപാതയുണ്ട്. ഈ ദേശീയപാത അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുമുള്ള സഞ്ചാരം നിലയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ അവിടെ ഇറാൻ ഒരു സ്വാധീനം വെച്ച് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഈ കപ്പലുകളും അല്ലെങ്കിൽ ഈ എണ്ണയൊന്നും ഇതുവഴി കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇനി ഇറാൻ എങ്ങനെയാണ് ഈ സ്വാധീനം ഇത്രയധികം ഈ ഒരു ഭാഗത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞല്ലോ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ വടക്കു ഭാഗം അഥവാ നോർത്തിൽ ഇറാനാണെന്ന് പറഞ്ഞു. അപ്പം ഇറാൻ്റെ ഒരു സൈനിക താവളമുണ്ട്, ബന്ദർ അബ്ബാസ് എന്നാണ് പറയുന്നത്. ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ വടക്കു ഭാഗത്ത്, ആ ഇറാൻ്റെ തെക്ക് സൈഡായിട്ട് വരുന്നു. അപ്പോൾ അവിടെയാണ് ഈ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്നത്. ഈ ഇറാൻ്റെ സൈനിക താവളത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം അത്ര അധികം വളരെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് അവർക്കുള്ളത്.
അപ്പം അതിൽ തന്നെ ഇറാൻ്റെ സൈനിക വിഭാഗത്തിൽ തന്നെ 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് സാധാരണ സൈനിക വിഭാഗം, അതിനെയാണ് പറയുന്നത് ആർട്ടഷ് എന്ന് പറയുന്നത്. ഈ സൈനിക വിഭാഗം അതിർത്തി കാക്കുകയും അങ്ങനെ ചെറുതായിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ IRGC എന്ന് പറയുന്ന മിസൈൽ ശക്തിയും ആണവായുധങ്ങളും ഡ്രോൺ ഒക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൈനിക വിഭാഗമാണ് ഇറാൻ്റെ IRGC എന്ന് പറയുന്നത്. IRGC മീൻസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഈ ഒരു സൈനിക വിഭാഗം മുഴുവൻ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഈ അടുത്തുള്ള സൈനിക താവളത്തിൽ വിന്യസിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്കിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പം ഇതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും ഇവിടെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം വരുമ്പം നാച്ചുറലി ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, ഈ കടലിടുക്കാണ് അടഞ്ഞു പോകുന്നത്. ഇനി ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക? നമ്മൾ പറഞ്ഞു ലോകത്തിൻ്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെ ഈ ഇറാൻ്റെ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് 80% രാജ്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സാധാരണ ഈ അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE ഇത്രയും രാജ്യങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും. അപ്പം ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവിടെ ഈ ഓയിൽ ഇറക്കുമതി കൊണ്ടാണ്. ഓയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും മെയിൻ ബിസിനസ്, അവരുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഓയിൽ തന്നെയാണ്. അപ്പം ഈ ഓയിൽ അവർക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റാതെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരാറിലാവും. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങൾക്കും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴി തെളിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവിടെ തകരാറിലാവുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇറാന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തടസ്സം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓഹരി വിപണി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന മൊത്തം ഓഹരി വിപണിയാണ്. ഈ ഓഹരി വിപണിയിൽ ഇത് ഏറ്റക്കുറച്ചിലുകൾ വരും. പിന്നെ ചരക്ക് ഗതാഗതം തടസ്സപ്പെടും. കാര്യം ഈ കടലിടുക്ക് വഴി കൊണ്ടുപോകുന്ന സാധനങ്ങൾ, കപ്പൽ ഗതാഗതം ഒക്കെ തടസ്സപ്പെടും. ഈ തടസ്സപ്പെടുമ്പോൾ നമ്മുടെ പ്രൊവിഷൻസ് എല്ലാം, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതാണ് മൊത്തത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ കടലിടുക്ക് അടച്ചു കഴിയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ട വിധം, നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എത്തിക്കാൻ, നമ്മുടെ ഓരോ രാജ്യങ്ങളിലും എത്തിക്കാൻ പറ്റാതെ വരും. അതിനനുസരിച്ചിട്ട് മൊത്തം സമ്പദ് വ്യവസ്ഥ തകരാറിലാവും എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നെക്സ്റ്റ് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേർഷ്യൻ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിനാണ് ഏറ്റവും കച്ചവടം നടക്കുന്ന ക്രൂഡ് ഓയിലിനാണെന്ന് പറയും. ഈ ക്രൂഡ് ഓയിലിന് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പോക്കുവരവ് ഇല്ലെങ്കിലാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഇവിടെയാണ് അമേരിക്കയുടെ സ്വാധീനം ഉണ്ടാവുന്നത്. ഈ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇറാനോട് വൈരാഗ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ അമേരിക്കയും ഇറാനും യുദ്ധം വരുമ്പം ഈ ഇറാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഹോർമൂസ് കടലിടുക്ക് അങ്ങ് അടച്ചു. ഈ അടച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു തരത്തിലും ഇവർക്ക് എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരുടെ വളരെ വലിയൊരു സൈനിക താവളമായതുകൊണ്ട് തന്നെ ഇവർ ഇതുവഴി കപ്പൽ ഗതാഗതമൊക്കെ പോകുമ്പോൾ അവരെ ആക്രമിക്കാനും ഈ IRGC വഴി വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ആ ഇറാൻ മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇറാൻ്റെ വലിയൊരു സ്വാധീനവും ഈ കടലിടുക്കിൽ ഉണ്ട് താനും. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത്, അതായത് സൗത്തിൽ വരുന്നത് ഒമാനാണെന്ന് പറഞ്ഞു. ഒമാനും ഒരു സൈനിക താവളം അവിടെയുണ്ട്. പക്ഷേ ഒമാൻ്റെ സൈനിക താവളം ഇത്രയധികം പവർഫുൾ അല്ലാത്തത് കൊണ്ടും ഈ ഇറാന് അവിടെ കൂടുതൽ മേൽക്കോയ്മ വരുന്നുണ്ട്. അതാണ് ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ അപ്പം മൊത്തം ലോകരാജ്യങ്ങളുടെ ഒരു കൺട്രോൾ ഇറാൻ്റെ കയ്യിലേക്ക് വരികയാണ്. പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം വരുമ്പോൾ ഇറാനാണ് കൂടുതൽ മേൽക്കോയ്മ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാവുന്നതും. അതാണ് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.